നമസ്കാരം. വന്ദേ മാതരം. സാറ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഈ പശ്ചിമേഷ്യൻ പ്രശ്നത്തിൻ്റെ ഈ ഇറാൻ വിഷയത്തിൻ്റെ ഒരു മൂലകാരണത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇവിടെ സാർ ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ആയി ഇപ്പോഴാണല്ലോ ഈ ഇവരെ ആക്രമിക്കുന്നതും US ആക്രമിച്ചതും ഹോർമൂസ് കടലിടുക്ക് അടക്കം ഗതാഗതം ഇറാൻ തടയുകയും കപ്പലുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നു. സത്യത്തിൽ ഈ അമേരിക്ക വില കൊടുത്തു വാങ്ങിയ ഒരു വിനയല്ലേ? ഈ അമേരിക്കയല്ലേ ഇറാനിൽ ഈ പറഞ്ഞ മതമൗലികവാദികളായ ആൾക്കാരെ കൊണ്ടുവന്ന് ഭരണം ഏൽപ്പിച്ചതും അതിനു മുമ്പുണ്ടായിരുന്ന ഭരണ സംവിധാനത്തെ മുഴുവനും തകർത്ത് അവിടെയുള്ള ഈ വിഭവങ്ങൾ, ഈ എണ്ണ, പ്രധാനമായിട്ടും എണ്ണ, ഇത് ലക്ഷ്യമിട്ട് അമേരിക്കയല്ലേ ഈ പണി തുടങ്ങി വെച്ചത്? പ്രശാന്ത് ചോദിച്ചത് പകുതി ശരിയാണ്. അമേരിക്കയാണ് തുടങ്ങിയത്, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഇറാന് മര്യാദയ്ക്ക് ഇരിക്കാമായിരുന്നു. ഈ പിന്നെ അമേരിക്കയുടെ ലെഫ്റ്റനൻ്റാണ് ഇസ്രയേൽ. ആ ഇസ്രയേലിനെ ചൊറിയാൻ പോകുന്ന കാര്യം തോന്നുന്നു. ഇറാൻ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യാതെ അവരുടെ കാരണം അമേരിക്ക വിചാരിച്ച പോലെ ഇസ്രയേലിനെ എടുത്ത് കളയാൻ പറ്റില്ല. കാരണം അമേരിക്ക കൺട്രോൾ ചെയ്യുന്നത് ജൂതന്മാരാണ്. അവിടെ 1 കോടി ജൂതന്മാരാണ്. പൈസ മുഴുക വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ജൂതന്റെ കയ്യിലാണ്. അപ്പൊ ഇവിടെ നമ്മളെ കിംസ് ഹോസ്പിറ്റലും മറ്റേ ഇങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽ അമേരിക്കക്കാരൊന്നും വാങ്ങിച്ചു അതെല്ലാം ജൂതന്മാരാണ്. ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു വർഷത്തെ GDP അത്ര ഏകദേശം വരും അവരുടെ വരുമാനം. ദേ ആർ ഭയങ്കര ഇമ്മൻസ്ലി റിച്ച് ആണ് എന്ന് പറഞ്ഞാൽ അവർ കള്ളക്കടത്ത് നടത്തിയൊന്നും ഉണ്ടാക്കിയതല്ല, തലമുറകളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഈ കോൺഗ്രസ്സിൽ വരുന്ന സെനറ്റിൽ വരുന്ന ഡെമോക്രാറ്റ് എല്ലാവർക്കും ജൂതന്മാർ വളരെ വേണ്ടപ്പെട്ടവരാണ്. പക്ഷെ അവർ മിണ്ടൂല്ല, അഡ്വർടൈസ്മെന്റ് ഒന്നും നമ്മളറിയില്ല. അപ്പം ഒരു അമേരിക്കൻ പ്രസിഡന്റിനും ഇസ്രായേലിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. 1 കോടി അവിടെ 1 കൂടുതലുണ്ട്, ഇസ്രായേലിൽ കഷ്ടിച്ച് 1 കോടിയുള്ളൂ. ഈ 2 കോടിയും കൂടെ ചേർന്നാണ് അമേരിക്ക കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ കുറേ നാൾ അമേരിക്ക ഇവർ തന്നെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. നാളെ ഇന്ത്യയാണ് കൺട്രോൾ ചെയ്യണമെങ്കിൽ ജൂതന്മാർ ഇവിടെയും വരും. വന്നു തുടങ്ങി. അത് ഞാൻ മോശം ഞാൻ പറയില്ല. അല്ല, അവര് കച്ചവടക്കാരാണ്, അവരുടെ ബിസിനസ് വളർത്താൻ വെരി ബ്രെയിനി. അതെ, കറക്റ്റ്. ബ്രെയിനി പീപ്പിൾ. ബ്രിട്ടീഷുകാർ കച്ചവടം ചെയ്യാമെന്നതുപോലെ അല്ല ജൂതന്മാർ. അവർ നേരും നിറയുണ്ട്. കറക്റ്റ്. അതാ, നേരും നിറയുള്ള ബിസിനസ്സാണ് അവർ ചെയ്യുന്നത്. അവര് വേറെ ഇതൊന്നും ചെയ്യാറില്ല. വലിയ ഗ്രൂപ്പുകളുണ്ട് അവർ. അപ്പം ഇത് പകുതി അമേരിക്കയുടെ കയ്യിരിപ്പുകൊണ്ട് കിട്ടിയതാണ്. പിന്നെ ഇത് പക്ഷെ സാറ് 60% ഇറാൻ ചോദിച്ചു വാങ്ങിച്ചത്, അമേരിക്ക ചോദിച്ചു വാങ്ങിച്ചതല്ല. അമേരിക്ക അതിന് കാരണം ശരിക്കും ഈ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളാണോ? ഈ ആണവ പരീക്ഷണങ്ങളെ ലോകം മുഴുവനും ഭയക്കുന്നു. ഇറാനിൽ ഇപ്പോൾ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയാൽ ആരും ഭയപ്പെടുന്നില്ല, അല്ലെങ്കിൽ മറ്റേ ഈവൻ ചൈനയോ റഷ്യയോ അമേരിക്കയോ ഫ്രാൻസോ ഒക്കെ നടത്തിയാൽ ഇത്രയും പ്രശ്നങ്ങളില്ല. പക്ഷേ ഇറാൻ ഇത് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഭയം ലോകത്തിനുണ്ടാകുന്നത്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിൾ ഭരണകൂടം ഇറാനില്ല. നമ്മുടെ ഇന്ത്യ പിന്നെ ന്യൂക്ലിയർ ബോംബും ഹൈഡ്രജൻ ബോംബും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയത് ഇനിയും ഉണ്ടാക്കിക്കോ എന്ന അല്ല വെസ്റ്റ് പറയുന്നത്. വേറെ നിവൃത്തിയില്ല. നമ്മളെ ഇറാൻ അല്ലല്ലോ, നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ സാങ്ഷൻ തന്നാലും നമ്മൾ ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കി. നൗ വി ആർ എ മേജർ പവർ, സൂപ്പർ പവർ പോലെ മേജർ. അതിന് തൊട്ട് മുമ്പുള്ളതാണ് മേജർ പവർ. അതുപോലെ അല്ലല്ലോ ഇറാൻ എന്ന് പറയുന്നത് ഈ റാഡിക്കലൈസ് ചെയ്ത് മറ്റേ തലക്കെട്ടുകാരാണ് അതിൻ്റെ ഹെഡിലുള്ള. ഞാൻ പിന്നെ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗണ്ണെന്ന് പറയുന്നത് ഊസി എന്ന് UZI, മെയ്ഡ് ഇൻ ഇസ്രായേൽ. ക്ലോസ് ക്വാർട്ടർ വെപ്പണാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള നല്ല വെപ്പണാണ്. അത് പല നമ്മുടെ ഇവരുടെ ഉണ്ടായിരുന്നു, നമ്മുടെ SPGയുടെ ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം അത് മാറ്റിയത്. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു പ്രാന്തൻ റോഡിൽ നിൽക്കുകയാണ്, ഒരു ഊസി ഫുൾ ലോഡ് ചെയ്ത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പ്രാന്തൻ നമ്മൾ കൊടുക്കും. അവൻ അതുവഴി വരുന്ന നിരപരാധികളെ മുഴുവനും വെടിവെക്കും ചിലപ്പോൾ. അത് തന്നെയാണ് ഇറാൻ്റെ പ്രശ്നം. ഇറാൻ എങ്ങനെയാണ് ന്യൂക്ലിയർ ഇത് കൊടുക്കുന്നത്? ഇറാന് ന്യൂക്ലിയർ ഒന്നും കൊടുക്കാതെ തന്നെ ഇവരൊന്നും ചെയ്തില്ലല്ലോ. ദുബായിക്കാർ അവർ 10 പൈസ ഉണ്ടാക്കി അവർ സുഖമായിട്ട് ജീവിച്ചെന്നല്ലാതെ എന്തെങ്കിലും ഉപദ്രവം ഈ ദുബായോ പിന്നെ സൗദിയോ പിന്നെ ഈ പാവപ്പെട്ട ഒമാനോ
ഇവർക്ക് ചെയ്തോ, ദ്രോഹം ചെയ്തോ ഇറാന്? എന്തിനാണ് അവിടെ കൊണ്ട് മിസൈൽ ഇട്ടത്? പിന്നെ ഇറാൻ ആക്രമിച്ച ഒരൊറ്റ പ്ലെയിനും ഇവിടുന്ന് വന്നതല്ല. അവർ പറഞ്ഞു, അയ്യോ ഇവിടുന്ന് ഒരു പ്ലെയിനും, നിങ്ങൾ ഇവിടെ ബേസൊക്കെ ഉണ്ട്, നിങ്ങൾ ഇവിടുന്ന് പൊങ്ങി അവിടെ പോയി കഴിഞ്ഞാൽ അവൻ മിസൈൽ എടുത്തിടും, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും വെക്കണം. USA യൂറോപ്പിൽ നിന്നാണ് പറന്നു വന്നത്, ഡിഗോഗർഷി എന്ന് യൂറോപ്പിൽ നിന്നാണ് പറന്നു വന്നാണ്. GCCയിലെ ബേസ് ഉപയോഗിച്ചില്ല, അത് സത്യമായ കാര്യമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പറ്റും, ഇവൻ്റെ മിസൈൽ ഇല്ലല്ലോ അവിടെ എത്തിക്കാൻ, യൂറോപ്പിലേക്ക് എത്തിക്കാൻ. അത് യൂറോപ്പിലെത്തിക്കാനുണ്ട്, ഉണ്ട്. പക്ഷെ അമേരിക്കയിൽ എത്തിക്കാൻ മിസൈൽ ഇല്ല. അപ്പൊ പിന്നെ അമേരിക്കക്കാരുടെ ബേസ് അവിടെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപിന് എണ്ണയാണല്ലോ ആവശ്യം. അപ്പൊ എണ്ണ ഇവിടുന്നും കിട്ടുന്നുണ്ടല്ലോ, അപ്പം അവിടെ അത് കത്തിക്കുക. അപ്പൊ അത് ഇറാൻ ചെയ്തത് ശരിയാണോ? ഒരിക്കലും. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണവും ഇല്ലാതെ വെറും മിസൈല് മാത്രമുള്ളപ്പം തൊട്ടടുത്ത ബഹ്റൈൻ എന്തിനാണ് ആക്രമിച്ചത്? സാധുക്കളില്ല, അവരുടെ എന്തോന്നിരിക്കുന്നു. മാത്രമല്ല ഏത് സമയം ഇറാൻ കൈകൊട്ടി പാടിക്കൊണ്ടിരുന്ന ഖത്തറിനും പണി കൊടുത്തു. അൽ ജസീറ എന്ന് പറഞ്ഞാൽ അയ്യോ, അവര് ഇറാന്റെ കൂടെ ചേർന്ന് നിന്ന് എത്രയാണ് ചീത്ത പറഞ്ഞിട്ടുള്ളത്. അൽ ജസീറ ആദ്യം അൽ ജസീറയ്ക്ക് കൊടുത്തു, അതായത് സഹായിച്ചവർക്ക് തന്നെ. അതാണ് ഞാൻ പറഞ്ഞ ഭ്രാന്തനെന്ന്. ഒരു ഭ്രാന്തന്റെ കയ്യിൽ ഊസി കൊടുത്ത അത് തന്നെയാണ് ന്യൂക്ലിയർ ബോംബ് ഇയാൾക്ക് കൊടുത്ത. ഇവന്മാരെ നോർത്ത് കൊറിയയിലെ മറ്റേ അങ്ങനെ കിം ഇൽ സങ് ചെയ്യും പോലെ അതിൻ്റെ അപ്പുറമായിരിക്കും. അയാളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുകയുള്ളൂ, ഒന്നും ആരും ചെയ്തില്ലല്ലോ. ഇതല്ല, ഇവര് ആദ്യം തന്നെ അമേരിക്ക ഇപ്പോൾ അവിടെ നിന്ന് മാറിക്കൊടുത്ത GCC കൺട്രീസ് 2 ദിവസം കൊണ്ട് പിടിക്കും ഇറാൻ. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സൗദിക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയ്ക്കുള്ള പവർ അവരുടെ ഇല്ല. അവരുടെ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാ സാധനവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. താട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, മറ്റേ ന്യൂക്ലിയർ ബോംബ് ഒഴിച്ച് ബാക്കി എല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇത് എടുത്ത് ഓപ്പറേറ്റ് ചെയ്യണ്ടേ, അറിയണ്ടേ? അത് ശരിയാണ്, ഇത് ഉപയോഗിക്കാൻ അറിയണ്ടേ? ഈ F-16 ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈലി കോംപ്ലക്സ് ടെക്നോളജി ഓപ്പറേഷൻ. അത് നേരെ എടുത്ത് പ്രശാന്ത ഞാനും അത് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചത്തു. നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല, അത്ര മിടുക്കന്മാർക്ക് അത് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതൊന്നും അവരുടെ ഒന്നുമില്ല. അഥവാ അവരുടെ കപ്പൽ വന്നാൽ അതിനകത്ത് ചിലപ്പോൾ അമേരിക്കക്കാരായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്കില്ലേ. ഇപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്ന പലർക്കും അറിയാമല്ലോ, അവർക്ക് അങ്ങനെ ഒരു വലിയൊരു ഐക്യമുള്ള ഒരു റൈസ് അല്ല അവർ. അതിനകത്ത് വലിയൊരു സൈനിക ശക്തി ഈജിപ്ഷ്യൻസ് മാത്രമേ, ആരബ്സിൽ ഈജിപ്ഷ്യൻസും ഇറാഖികളുമാണ് ബ്രില്യൻ്റ് ആയിട്ടുള്ളവർ. പക്ഷെ അവർ രണ്ടുപേരും ഇപ്പം ഇതിലില്ല. അപ്പം അതുകൊണ്ട് എന്തിനാണ് ഇറാൻ ഇവരെ ആക്രമിച്ചത്? അപ്പം ഒരു കാരണവശാലും ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരുത്തൻ്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് കൊടുക്കേണ്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ എപ്പോഴും പറയും ന്യൂക്ലിയർ ബോംബ് ഞങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് എന്ന് പറയും. അപ്പോൾ ഒരു കാരണവശാലും ന്യൂക്ലിയർ ബോംബ് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രാന്തനോ അല്ലെങ്കിൽ 3 വയസ്സായ കുട്ടിയുടെ കയ്യിലോ നമ്മൾ കൊടുക്കുമോ? ഇല്ല. ഇതുപോലെ അപ്പം അതാണ്. പിന്നെ അടുത്ത ചോദ്യം, ആരെ ആക്രമിക്കാനാണ് ഇറാന് ന്യൂക്ലിയർ ബോംബ് ഇല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ നോക്കൂലേ? സൗദിക്ക് ന്യൂക്ലിയർ ബോംബുണ്ടോ? ദുബായ്ക്ക് ന്യൂക്ലിയർ ബോംബുണ്ടോ? അവിടെ ഒരു രാജ്യത്തിനും ഇല്ല. അല്ല, ലോകത്ത് സ്വിറ്റ്സർലൻഡിന് ന്യൂക്ലിയർ ബോംബുണ്ടോ? ഇല്ല. ഇവർക്ക് ആരെ ആക്രമിക്കാനാണ്? ഇവരെ ഇത് തന്നെയാണ്. ഇസ്രായേലിനെ മാത്രമല്ല, എല്ലാവരെയും വിരട്ടുക, ഭീഷണിപ്പെടുത്തുക, അതിനാണ്. അപ്പം അത് ഗുണ്ടാപിരിവ് നടത്താനും അത് ഇതൊക്കെ. അപ്പം അത് ഒരു കുഴപ്പമില്ല, അത് അവർക്ക് വേണ്ട. ന്യൂക്ലിയർ ബോംബ് പാടില്ല. അത് കറക്റ്റ് സ്റ്റാൻഡാണെന്ന് ഞാൻ ആ സ്റ്റാൻഡിനെയാണ്. അതിൽ ഞാൻ അമേരിക്കയുടെ കൂടെയുണ്ട്. വേറെ പല കാര്യങ്ങളിലും ഞാൻ USA കൂടെ അല്ലെങ്കിലും ഈ ന്യൂക്ലിയർ സ്റ്റാൻഡിൽ ഞാൻ USA. അതായത് ഒരു ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആകാൻ പാടില്ല. അത് അവിടെ ഒരു നിയന്ത്രണം വേണം. അല്ലെങ്കിൽ ഇവിടെ പോലീസ് ഇല്ലെങ്കിൽ, നമ്മുടെ പോലീസ് ഇവിടെ ഇല്ലെങ്കിൽ നമ്മളെ അരാജകത്വം. നിങ്ങളുടെ എൻ്റെയും കാര്യം ആലോചിച്ചോ. നമ്മൾ വീട്ടിൽ കിടന്നുറങ്ങുന്നത് മറ്റേ അവിടുത്തെ കരിമണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫേമസ് കോളനിയിൽ ഒരു പ്രധാനപ്പെട്ട കൊട്ടേഷൻ നമ്മുടെ വീട്ടിൽ വന്ന് കൊള്ളയടിക്കാത്തത് ഇവിടെ പോലീസ് ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായും. അപ്പം അവിടെ ഒരു പോലീസ് വേണ്ടേ? അപ്പം അതിന് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഞങ്ങൾ പറഞ്ഞ കേട്ടോണം, മറ്റൊരു പറഞ്ഞ എല്ലാവരും ഞങ്ങൾ പറഞ്ഞ കേട്ടോണമെന്ന് USA പറഞ്ഞത് ശരിയല്ല. പക്ഷേ ഇറാനെ മര്യാദ പഠിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാത്രമല്ല അവർ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ USAയുടെ പരിപാടി വേറെ ഇത്രയേ ഉള്ളൂ. USAക്ക് പൈസ എന്ന് പറഞ്ഞാൽ ട്രംപും കമന്ന് വീഴും. ഈ തലക്കെട്ടുകാരനെ മാറ്റി ഒരു ഭരണം വന്നിട്ട് ഈ ഓയിൽ വിൽപ്പനയില്ലേ, അത് മുഴുക്കെ അമേരിക്കക്കാരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരൻ നേരിട്ട് പോയി ഡോളർ വാങ്ങിക്കുകയില്ല. ഇറാഖിൽ ചെയ്തതാണ്. ഇറാഖിലെ ഓയിൽ അമേരിക്കയുടെ കയ്യിലാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ആരും പെട്ടെന്ന് മനസ്സിലാവില്ല.
ഇറാഖികൾ ഇന്ത്യക്ക് ഓയിൽ വിറ്റാൽ ആ പൈസ ഫെഡറൽ സെൻട്രൽ ബാങ്ക് ന്യൂയോർക്കിലാണ് പോണത്. എങ്ങനെയുണ്ട് ബുദ്ധി അമേരിക്കക്കാരൻ്റെ? അമേരിക്കയിലാണ് പോണത്. അതേപോലെ ഇറാൻ ഓയിൽ വിൽക്കുമ്പോൾ ഞങ്ങൾ വന്ന് കെട്ടിടങ്ങളൊക്കെ പണിഞ്ഞു തരാം, നിങ്ങളെ ഹൈടെക് ആക്കാം, അതൊക്കെ ചെയ്യും. ഡെവലപ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ നമ്മൾ ജപ്പാനെ വിട്, വിയറ്റ്നാം നശിപ്പിച്ചില്ലേ? ഏജന്റ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ ബോംബിട്ട് 40-50 വർഷത്തേക്ക് അവിടെ ഒരു ചെടി പോലും അങ്ങനെയൊക്കെ ഇട്ട് നശിപ്പിച്ചു, തകർത്തു. അവർ ബാറ്റിൽ വാറ് തോറ്റെങ്കിലും ബാറ്റിൽ US ജയിച്ചു, അവിടെ വാറ് തോറ്റു. പക്ഷെ ആ വിയറ്റ്നാമൻ ഇപ്പം കൈപിടിച്ച് പൊക്കിയതാരാ? US. എല്ലാ സാധനവും ഇമ്പോർട്ട് ചെയ്യുന്നത് വിയറ്റ്നാമിൽ നിന്നാണ്. അതുപോലെ തന്നെ ജപ്പാനെ സെക്കൻഡ് പവറാക്കിയത്, എക്കണോമിക് പവറാക്കിയത് US. അതൊക്കെ അവർ ചെയ്യും. പക്ഷേ നമ്മളെ കൂടെ നിൽക്കണം, അതാണ് USA-യുടെ ഒരു പോളിസി. അപ്പോൾ ഇറാനെ അവർ നശിപ്പിക്കാൻ പിടിക്കാനൊന്നുമില്ല. അവർക്ക് വേണ്ടപ്പെട്ട ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷനൊക്കെ കൊണ്ടുവന്ന് ഇറാനെ പിന്നെ പൊക്കാൻ വളരെ എളുപ്പമാണ്. അവർക്ക് നല്ല ബുദ്ധിയുള്ളവരാണ്. അപ്പം അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ അതൊന്നും വേണ്ട, ഇങ്ങനെ മതി, ഞങ്ങളിങ്ങനെയൊക്കെ വരട്ടി ഗുണ്ടാ ഫീസും ഒക്കെ പിരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം, ആരും ഇതിനകത്ത് ഇടപെടരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഷിപ്പിനെതിരായിട്ട് അവന്മാർ വെടിവെച്ചു. ഇവിടെ ആ ഷിപ്പും എല്ലാം നമ്മൾ കൈ കിടക്കുകയാണ്. എപ്പോഴാണെങ്കിലും അതിനെ കോൺഫിസ്കേറ്റ് ചെയ്ത് നമുക്ക് അവന്മാരെ രാജ്യദ്രോഹികളായിട്ട്, രാജ്യദ്രോഹിയല്ല, ഇന്ത്യ ട്രസ്പാസ് ചെയ്തെന്ന് പറഞ്ഞാൽ അവരെ അകത്താക്കാം. ഇറാന്റെ കപ്പലിന്റെ അകത്തുള്ള ഇറാന്റെ ആൾക്കാരെ നേവിയെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്കെല്ലാം കൊണ്ട് 4 കപ്പലുണ്ട് അവരുടെ. 2 ഇന്ത്യൻ തീരത്ത് എല്ലാവർക്കും അറിയാവുന്ന ശ്രീലങ്ക കിടക്കണം, അതിന് പ്രൊട്ടക്ഷൻ നമ്മളാണ് കൊടുക്കുന്നത്. ശ്രീലങ്കയ്ക്കകത്തുള്ള അവിടെ നേവി ഒന്നും ഇല്ലല്ലോ. ശ്രീലങ്ക കിടക്കുന്ന ഒരു കപ്പൽ, പിന്നെ ഇവിടെ പിടിച്ചൊരു കപ്പൽ, പിന്നെ അല്ലാതെ 2 കപ്പലുണ്ട് നമ്മുടെ. അത് ആർക്കും അറിഞ്ഞൂടാ. ഞാനും അത് വെളിപ്പെടുത്തുന്നത് ശരിയല്ല. കപ്പലുണ്ട് നമ്മൾ പിടിച്ചെടുത്തു, കാർഗോ ഷിപ്പ്. അപ്പം ഇങ്ങനെ എല്ലാം കൂടെ 5 കപ്പൽ നമ്മുടെ ഇരിക്കുമ്പോഴാണ് നമ്മളോട് അല്ല ആകെ സംസാരിക്കണതും ബസുമതി ആയിരുന്ന ആഹാരം കഴിക്കണത് ഇന്ത്യയിൽ നിന്ന് റൈസ് കൊണ്ടുപോയാണ്. വേറെ രാജ്യങ്ങളായിട്ട് അവർക്ക് ബന്ധമില്ല ഇറാനികൾ. അപ്പം ഇത് നമ്മുടെ ഷിപ്പിനിട്ട് പിടി. അതാണ് ഇപ്പൊ രാവിലെ ഇന്നലെ സാറേ ഈ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുക. ഇന്നലെ രാത്രി അമേരിക്ക ചെയ്തത് അതാണ്. അവന്മാരെ ഷിപ്പിന്റെ നേരെ വെടിവെച്ചു. അവന്മാരെ മറ്റേ ഡിസ്ട്രോയറും മറ്റേ ആംഫിബിയൻ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞ്, ട്രിപ്പോളി എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കൂടെ ഒന്ന് ഒരു ഷിപ്പിനെ അങ്ങ് പിടിച്ചങ്ങെടുത്തു ഇറാൻ്റെ. അപ്പം ചോദിച്ചു വാങ്ങുകയാണ് അവന്മാർ. അപ്പം ഈ വിഷയത്തിൽ ഞാൻ അമേരിക്കയുടെ ഭാഗത്താണ്. പക്ഷെ അമേരിക്കയ്ക്ക് നമ്മുടെ രാജ്യമായിട്ട് വരുമ്പം വേറെ ചില പ്രശ്നങ്ങളുണ്ട്. അല്ല അത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ സാർ. ഇതിനൊരു നമ്മളിപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ പറഞ്ഞു, ഇതിനൊരു പരിഹാരം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? അതും കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ. ഞാൻ മിസ്സായ പോയിന്റ് നിങ്ങൾ എന്നെ ഓർപ്പിച്ച്, അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. അതായത് 40 മിനിറ്റ് കഴിഞ്ഞ ആഴ്ച ട്രംപ് നമ്മുടെ മോഡിജിയെ വിളിച്ചിരുന്നു, സംസാരിച്ചു, പത്രത്തിലെല്ലാം വന്ന്. അപ്പോൾ ചോദിച്ചപ്പോൾ മോഡിജി പറഞ്ഞു, അത് ഇവിടെ മഴ വന്നോ, മഴക്കാലമായോ, ഇവിടെ ചൂടെങ്ങനെയുണ്ട്, അതൊക്കെയാണ് സംസാരിച്ചത്. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. ഞാൻ ശരിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എൻ്റെ ഒരു സോഴ്സ് വഴി, ഇപ്പം അത് മോഡിജി പറഞ്ഞിട്ട് അത് ചോർത്തിയതെന്നല്ല ഞാൻ പറയുന്നത്, USA വഴിയുള്ള ഒരു സോഴ്സ് വഴി ഞാൻ മനസ്സിലാക്കിയത് ഒരു 50% ചാൻസ് ഉണ്ട് ഈ പാകിസ്ഥാനുമായിട്ടും ഓൾമോസ്റ്റ് തെറ്റി അവർ, പിന്നെ USA. അതൊരു ഒരാഴ്ചയായി ഈ ഇവന്മാർ അവിടെയും 2 വെള്ളത്തിലും 2 അല്ല 4 വെള്ളത്തിലും ഇവർ കാല് വയ്ക്കും പാകിസ്ഥാൻ. അവർക്ക് പൈസ കിട്ടിയാൽ മതി. അപ്പോൾ പിന്നെ ഇത് ഇന്ത്യ അടുത്ത് വരും. ഇനി പീസ് ടോക്ക് ഇന്ത്യ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു സാമ്പിള് അതാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും പ്രശാന്തും ഇദ്ദേഹവും തമ്മിൽ ഒരു പ്രശ്നം, അത് തീർക്കാനായിട്ട് നമ്മുടെ സാറ് വരെയാണെന്ന് വെച്ചോളൂ. എനിക്ക് സാറിന് ഇഷ്ടമല്ലെങ്കിലും പിന്നെ എങ്ങനെ ഇത് ശരിയാവും? പാകിസ്ഥാനെ ഇസ്രായേൽ അപ്രൂവ് ചെയ്യൂ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ ഈ റഷ്യ, ഈ ഇതിനകത്തുള്ള കക്ഷി റഷ്യ, പാകിസ്ഥാനിലെ കക്ഷിയല്ല, ഈ വാറിൽ കക്ഷിയല്ല. റഷ്യ, USA, ഇറാൻ, ഇസ്രായേൽ ഈ പ്രധാന കക്ഷികളെല്ലാം ഇന്ത്യക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇന്ത്യയായിട്ട് നല്ല ബന്ധം. അപ്പം നമ്മളാണ് ഇതിന്റെ യോഗ്യനായിട്ടുള്ള ഇത് സംസാരിക്കാൻ. അതായത് ഈ സമാധാനം സംസാരിക്കാൻ ഏറ്റവും യോഗ്യൻ ഇന്ത്യയാണ്, നമ്മുടെ ഭാരതമാണ്. അപ്പം അത് ചിലപ്പം ഇങ്ങോട്ട് മാറ്റുമായിരിക്കും, ന്യൂഡൽഹിയിലേക്ക് മാറ്റുമായിരിക്കും.
ഇത് ഞാനൊരു 2 മാസം മുമ്പ് ഞാനിത് പറഞ്ഞിരുന്നതാണ്. നമ്മുടെ ഏതോ ചർച്ചയിൽ ഞാനിത് പറഞ്ഞതാണ്. ഇത് ഇന്ത്യ ആയിരിക്കും, നരേന്ദ്രമോദിജിയെ നോബൽ സമ്മാനം വരെ റെക്കമെൻഡ് ചെയ്യാൻ ട്രംപിനെ കൂടെ ചേർത്ത് നോബൽ സമ്മാനം കിട്ടാൻ വരെ സാധ്യതയുള്ള ഒരു സംഗതി ഉരുത്തിരിഞ്ഞ് വരുന്നു എന്ന് ഞാൻ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പല രാജ്യങ്ങളുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് നടത്തി നിൽക്കുന്ന രാജ്യം നമ്മളെ ഇന്ത്യയാണ്. ഇപ്പം റഷ്യ അമേരിക്ക ആണല്ലോ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുകൾ. ചൈന പിന്നെയല്ലേ വരുന്നുള്ളൂ. ചൈനയെ പിന്നെ ഒന്നും മിണ്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയണം സാർ. ഒരു കാര്യം ഞാൻ വിട്ടുപോയി, നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോഴേ. പരിഹാരം. ഈ ഹോർമിസ് കട ഈ ഇറാൻ ചെയ്ത ഏറ്റവും വലിയ ക്രിമിനൽ ആക്റ്റാണ് ഇത് തടഞ്ഞത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ മാത്രമല്ല ഈ കട സ്ട്രൈറ്റ് ഉള്ളത്, ഇന്ത്യയുടെ കയ്യിൽ 3 സ്ട്രൈറ്റ് ഉണ്ട്. 10 ഡിഗ്രി ചാനൽ. ഈ കപ്പൽ ഗതാഗതം തടഞ്ഞു കഴിഞ്ഞാൽ ലോകം സ്തംഭിച്ചു. പോലെയല്ല. മലാക്ക സ്ട്രൈറ്റ്, നമ്മൾ ആ മൗത്തി വെച്ച് നമ്മൾ ഇവിടെ ഒരുത്തന്നെ എന്തുവഴി പോകണ്ട, കപ്പം തരണം എന്ന് പറഞ്ഞാൽ പ്രശ്നമായിട്ട്. ഇതുപോലെയല്ല. അത് ചൈനയുടെ 90% ഇതുവഴിയാണ് പോണത്. പല രാജ്യങ്ങൾക്കും അത് വലിയ പ്രശ്നമാണ്. ജപ്പാനിൽ പോണ കപ്പലും എല്ലാം ഈ മലാക്ക സ്ട്രൈറ്റാണ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ആൻഡമാൻസിൻ്റെ അടുത്ത്. പിന്നെ ലക്ഷദ്വീപിലെ മിനിക്കോയാണെന്ന് തോന്നുന്നു 9th ഡിഗ്രി ചാനലുണ്ട്. ഈ 3 ചാനലിൽ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മൾ പൈസ വാങ്ങിച്ചാൽ അപ്പൊ ചെയ്യുന്നതിന് പോയി ഒരു തെമ്മാടിത്തത്തിന് ഒരു മര്യാദയില്ലേ? അത് ആരെങ്കിലും ചോദിക്കണ്ടേ? അതുകൊണ്ട് നമുക്ക് അവരെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അമേരിക്കയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അമേരിക്കയുടെ സെൽഫിഷ് ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ട്. അത് വേറെ അമേരിക്ക ഫസ്റ്റ് പിന്നെ നമുക്ക് സംസാരിക്കാം. സാറേ ഈ പരിഹാരം അപ്പോൾ ഇന്ത്യ മുൻകൈ എടുത്താലേ ഒരു പരിഹാരം ഇവരെല്ലാവരും കൂടെ ഇന്ത്യ എടുത്ത് പറയും. എന്നുവെച്ചാൽ ഇപ്പോഴുള്ള ഇറാനിലുള്ള എല്ലാവരും അഗാച്ചിയും പെഷാഷ്കിനും ഒക്കെ ഇന്ത്യ ഇഷ്ടമാണ്. പിന്നെ റിപ്പബ്ലിക്കൻ ഗാർഡ്സിന് ആത്താടിയുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇവർ രണ്ടുപേരാണ് അവിടെ ഉള്ള ബെസ്റ്റ് ലീഡേഴ്സ്. അപ്പൊ അവരും എല്ലാം സഹകരിച്ച് ഇന്ത്യ എടുത്ത് വരും എന്നാണ് പറഞ്ഞത്. ഞാൻ ഇപ്പൊ ഇന്ത്യക്ക് സംസാരിക്കാൻ ഇറാന് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ. എന്നാൽ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ ഉള്ളതാ. ഇന്ത്യയുടെ അടുത്ത് പിണങ്ങാനും പിണങ്ങാൻ പറ്റില്ല. അവർക്ക് വേറെ ആരും സഹായിക്കാനില്ല, വേറെ ആരുമില്ല. അപ്പൊ പാകിസ്ഥാനെ ഒന്നും വിശ്വസിക്കാൻ ഇഷ്ടമാണ്. കരഞ്ഞ സംഗതി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആയാൽ മതി, ഊരിക്കൊണ്ട് പോയാൽ മതി എന്നുള്ള ഏതാണ്. അമേരിക്ക തോറ്റോണ്ടല്ല ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ അവിടെ മുട്ടൻ പ്രശ്നമാണ്. അവിടെ വലിയ സാമ്പത്തിക ഇലക്ഷൻ വരെയാണ്, ഒക്ടോബർ നവംബർ മിഡ് ടൈം ഇലക്ഷൻ. അപ്പൊ ട്രംപിനെ എതിർക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. അപ്പൊ ഇതെങ്ങനെയെങ്കിലും ഊരിക്കൊണ്ട് പോയാൽ മതി എന്നുള്ളതാണ്. ഈ പാകിസ്ഥാനെ നമ്പിക്കൊണ്ടിരുന്ന റിലയബിൾ അല്ല എന്ന് മനസ്സിലായി. മാത്രമല്ല ഇസ്രായേൽ സമ്മതിക്കില്ല. അതേസമയം ഇന്ത്യ ആണെങ്കിൽ ഇസ്രായേലും സമ്മതിക്കും. ഇറാനെ ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ 2 or 3 പേരിൽ ഒരാൾ ഇന്ത്യ. അമേരിക്ക ചതിച്ചാൽ പോലും ഇന്ത്യ ഇസ്രായേലിനെ ചതിക്കില്ല. അത് ഇസ്രായേലിനറിയാം. അത്ര കോൺഫിഡൻറ്റ് ആണ്. എന്തായാലും സാർ, നമുക്ക് ഈ വിഷയമായിട്ട് വീണ്ടും വരാം. നമുക്ക് ഇതിനെ സംബന്ധിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് പലതും. ഈ പറഞ്ഞതുപോലെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ ആ മാധ്യമങ്ങൾ പൊതുജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് ഒക്കെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. അപ്പം അതുവരേക്കും നമുക്ക് തൽക്കാലം ഒരിടവേള. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.